മാനവസേവ മാധവ സേവയിലൂന്നി ദേശീയ സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനത്തിന് ആറ്റിങ്ങൽ വേദിയായി. സമ്മേളനം തക്കല നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ടെസി തോമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സേവന മേഖലയെ വനിതകളുടെ പങ്കെടുത്ത് പറയണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. 2024-25 വർഷത്തെ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് ആറ്റിങ്ങലിൽ നടന്നത്. സമ്മേളനം നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ ടെസി തോമസ് അഭിനന്ദിച്ചു. രാജ്യത്തെ സേവന മേഖലയിലെ വനിതകളുടെ പങ്ക് എടുത്തു പറയണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. So, this world of knowledge and scientific achievement time, we need to take a lead in the women empowerment, where women are getting more opportunity to excel in their career or show their capabilities through a skill development or a career support, whatever be the requirement, women has to be empowered, and ultimately the growth of a nation or the prosperity of the nation is judged by the capability or the growth of the women in that country. ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്നുവെന്നും നാട്ടിൽ പിടിമുറുക്കിയ ലഹരിയെ തകർക്കാൻ കൃത്യമായ പഠനം സേവാഭാരതി നടത്തണമെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് എസ് സുദർശനൻ പറഞ്ഞു. ഈ ലഹരി എന്നുള്ളത് ഇന്ന് ഈ സമാജത്തെ എനിക്ക് ഒട്ടനവധി കുടുംബങ്ങളെ, നമ്മുടെയൊക്കെ തന്നെ കുടുംബങ്ങളെ അറിയാം. പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിൽ ഹോസ്റ്റലിലും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി ലഹരിക്ക് കീഴ്പ്പെട്ട് വന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, കുടുംബത്തിൽ നമുക്ക് ഇഫക്റ്റീവായി അത് എന്തെങ്കിലും ബോർഡ് വെച്ചതുകൊണ്ടോ എന്തെങ്കിലും ഇഫക്റ്റീവായി അത് വലിയ ചർച്ചകൾ ആവശ്യമുണ്ട്. ഗവൺമെന്റായ ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ടീം നമുക്ക് ചിന്തിക്കണം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അപകടകരമായ, നമ്മളിപ്പോൾ പഞ്ചാബിലോ അവിടെയൊക്കെ നമ്മൾ കേട്ടു, ടിബറ്റൻ പ്രദേശങ്ങളിലൊക്കെ ആദ്യകാലത്ത് കേട്ടു, പിന്നീട് പഞ്ചാബിലും ഒക്കെ കേട്ടു. പക്ഷെ നമ്മൾ കൺമുമ്പിൽ ഇത് നടക്കുന്നു, തകർത്തുകളെയാണ് പലതും. അപ്പോൾ ഇഫക്റ്റീവായി നമുക്കിത് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ചൊരു പഠനം ആവശ്യമാണ്. 2024-25 വർഷത്തെ ജില്ലാ ഭാരവാഹികളെയും ജില്ലാ പ്രതിനിധി സമ്മേളനം തെരഞ്ഞെടുത്തു. വാർഷിക റിപ്പോർട്ടും വിഷൻ ഡോക്യുമെന്റും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. വരുന്ന വർഷങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും ജില്ലാ പ്രതിനിധി സമ്മേളനം ചർച്ച നടത്തി. ജനം, തിരുവനന്തപുരം.